നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇബാദത്തുമായി ബന്ധപ്പെട്ട അധ്യായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തുമായിട്ട് സംബന്ധപ്പെട്ട ഹദീസുകളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. മുഗീറ ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു. എത്രത്തോളം നിസ്കരിച്ചു? ഹത്തൻ തഫഖത് ഖദമാഉ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് കാൽ നീർ കെട്ടുന്നത് വരെ, ബീക്കപ്പുറത്തോളം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് കാലും നിന്നിട്ട് നിസ്കരിച്ചിട്ട് അത് ബീക്കപ്പുറത്തോളം രണ്ട് കാൽ നീർ കെട്ടോളം എന്തായി മുത്തുനബി എന്താക്കി നിസ്കരിച്ചു. അപ്പൊ ഫഖീല ലഹു, സ്വഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഹബീബായ മുത്തുനബിയെ, അതതകല്ലഫു ഹാദാ, ഇത്രയും പ്രയാസപ്പെട്ട് ഈ രണ്ട് കാലും വീർക്കുന്നത് വരെ, ഈ രണ്ട് കാലും നിങ്ങളെ ഭാഷയിൽ വീങ്ങത്തോളം അല്ലെ, നീർ കെട്ടോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് പ്രയാസപ്പെടുന്നത്? എന്തേ? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, നിങ്ങൾക്ക് ദോഷം വരാനേ പാടില്ല. എങ്കിലും അല്ലാഹു തആല പറഞ്ഞു, തങ്ങൾ മുന്നോട്ടുള്ള ദോഷങ്ങളും ഇനി വരാനുള്ള എല്ലാ ദോഷത്തിനെയും അല്ലാഹു തആല പുറത്തു തന്നിരിക്കുന്നു. പുറത്തു തരുന്നല്ല, പുറത്തു തന്നിരിക്കുന്നു. ഇത് റസൂലുള്ളാഹിന്റെ ഒരു ദറജ ഉയർത്താനുള്ള ഒരു വിഷയമാണ്. എന്നെല്ലാം റസൂൽ നബിമാർ ഒരു തെറ്റും ചെയ്യാത്തവരാണ്. അവരുണ്ടാക്കിയിട്ട് അല്ലാഹു ആ നിലയ്ക്ക് കാവൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഹബീബായ മുത്തുനബിനെ കുറിച്ചിട്ട് പറഞ്ഞത്, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു. മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ, മുന്നോടും ഇനി ആകുന്നതും മുന്നോടായതും ആയിട്ടില്ല എല്ലാം അല്ലാഹു പുറത്തു തന്നിരിക്കും. എന്നിട്ടും എന്തിനാണ് മുത്തുനബി ഇത്രയും പ്രയാസപ്പെടുന്നത്? അപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫലാ അകൂനു അബ്ദൻ ശകൂറ, അല്ലാഹു എനിക്ക് എത്രയോ നിഅമത്ത് തന്നു. എന്നെ നബിയായിട്ട് അല്ലാഹു നിയോഗിച്ചു, എന്നെ റസൂലായിട്ട് നിയോഗിച്ചു, അല്ലാഹുവിന്റെ ദീനി പ്രബോധനം ചെയ്യാൻ വേണ്ടി നിയമിച്ചു. വലിയൊരു നിഅമത്താണ്. ഈ നിഅമത്തിലേക്ക് ധാരാളം ശുക്ർ ചെയ്യുന്ന ഒരു അടിമ ഞാനാവണ്ടേ? ശുക്രുന്നല്ല, പിന്നെ ഒരുപാട് ശുക്ർ ചെയ്യുന്ന ഒരു അടിമ ഞാനാവണ്ടേ? അല്ലാഹു ഇത്രയും ചെയ്ത നിഅമത്തിലേക്ക്, അല്ലാഹു തആല ചെയ്ത നിഅമത്തിലേക്ക് ഞാൻ ശുക്റായിട്ടാണ് ഇത്രയും ഇബാദത്ത് ചെയ്യുന്നത്, നിസ്കരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ അല്ലാഹു നമുക്ക് എത്രയോ നിഅമത്ത് തന്നിട്ടുണ്ട്. ആ നിഅമത്തിലേക്ക് എന്താക്കണം? ശുക്റായിട്ട് എന്താക്കുന്നു? അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുന്നു. അതാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അതാ അതേപോലെ മുത്തുനബി നിസ്കരിക്കുമാറായിരുന്നു, നിസ്കരിച്ചിരുന്നു. എത്രത്തോളം? ഹത്താ തരിമാ ഖദമാവും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാലും വീർക്കുന്നത് വരെ, രണ്ട് കാലും നീർ കെട്ടുന്നത് വരെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുമാറായിരുന്നു. അബൂ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഖീല ലഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, അതഫഅലു ഹാദാ വഖദ് ജാഅക അന്നല്ലാഹ ഖദ് ഗഫറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ഈ നിലയ്ക്ക് നിസ്കരിക്കണോ? വഖദ് ജാഅക അന്നല്ലാഹ ഖദ് ഗഫറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, തങ്ങളെ എല്ലാ ദോഷത്തിനെയും അല്ലാഹു പുറത്തിട്ടുണ്ട്, അല്ലാഹു മാഫ് ചെയ്ത് തന്നിട്ടുണ്ട്. തങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റും വരാൻ പാടില്ല. ഒരു തെറ്റും വരാത്ത നബി ഈ നിലക്ക് പ്രയാസപ്പെട്ടിട്ട് നിസ്കരിക്കണോ എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫലാ അകൂനു അബ്ദൻ ശകൂറ, ഞാൻ ധാരാളം നന്ദിയുള്ള ഒരു അടിമയാവട്ടെയോ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതായിരുന്നു
ഇത് ബീങ്ങിട്ട് നീര് കെട്ടിട്ട് കിടന്നിട്ട് എന്തിനെങ്കിൽ വരക്കുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില റക്അത്ത് ഒറ്റ ഒരു റക്അത്ത് സൂറത്തുൽ ബഖറ ഓതിയിട്ടുള്ള നിസ്കാരം. ഒരു ബഖറ സൂറത്ത് എത്ര വേണം? കുറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഒരു ഗಂಟೆ 45 മിനിറ്റ് വേണം. കുറഞ്ഞിട്ട് 1.5 ഗಂಟೆ എന്ത് വേണം? ആ മുത്തുനബിക്ക് പിന്നെ അള്ളാഹു സ്പീഡിലുള്ളൊരു ഇത് കൊടുത്തിട്ട് ഭൂമിയെ ചുരുട്ടി കൊടുത്തു. അതേപോലെ ഓതാനുള്ള കഴിവും അള്ളാഹു ആ നിലക്ക് ഉണ്ടാക്കി കൊടുത്തു. എങ്കിലും പറഞ്ഞ് വീർത്തിരിക്കുന്നു റസൂലുള്ളാഹിന്റെ കാല് രണ്ടും നീർക്കെട്ടിരിക്കുന്നു എന്തോ വരയ്ക്കും. മുത്തുനബിന്റെ നിസ്കാരം ചെല്ലെങ്കിൽ പറഞ്ഞില്ല അൽ ബഖറ സൂറത്ത് ഓതിയിട്ടത്, സൂറത്തുൽ അൻആം ഓതിയിട്ടുള്ള നിസ്കാരം ഞങ്ങൾക്ക് സബ്ബീസ് മോദിയെങ്കിൽ ഹൽ അത്താക്ക ഓതിയെങ്കിൽ. അപ്പോൾ നമ്മളതും മുത്തുനബിന്റെ ആയത് അത് മനസ്സിലാക്കിയാൽ മതി. രണ്ട് അങ്ങനെ സുന്നത്ത് നിസ്കരിച്ചിട്ട് രണ്ട് കാലും നീര് കെട്ടിപ്പോകും, വീക്കപറും. രണ്ട് കാലും നീര് കെട്ടുമായിരുന്നു. അങ്ങനെ സ്വഹാബാക്കൾ ചോദിച്ചു, മുത്തുനബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, തഫ്അലു ഹദാ വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. നബിയെ, എന്തിനാണ് രണ്ട് കാല് വേർക്കുന്നത്, ഇത് നീർ കെട്ടുന്നത് വരെ, രണ്ട് കാലും വീക്കം വരുന്നത് വരെ തങ്ങൾ എന്തിനാണ് പ്രയാസപ്പെടുന്നത്? തങ്ങൾക്ക് അല്ലാഹു തആല സ്ഥാനം തന്നിട്ടില്ലേ? തങ്ങൾ ഒരു തെറ്റും വരാത്ത ആളായിട്ട് മുത്തുനബിനോട് തങ്ങൾ പറഞ്ഞു. ഇത് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ എല്ലാ ദിവസങ്ങളെയും അള്ളാഹു പുറത്തു തന്നിട്ടുണ്ട്. പിന്നെ എന്തിനാണ് മുത്തുനബി ഇത്രയും പ്രയാസപ്പെടുന്നത്? അപ്പോൾ ഹബീബായ മുത്തുനബി പറഞ്ഞു, ഞാൻ ധാരാളം നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു അടിമയാവണ്ടയോ, ഞാൻ ധാരാളം അള്ളാഹുവിലേക്ക് ശുക്ർ ചെയ്യുന്ന ഒരു അടിമയാവണ്ടയോ എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാം, അഫലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറ, ഞാൻ ധാരാളം നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു അടിമ ആവെന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നു.